കാനഡയിൽ 51ാമത് G7 ഉച്ചകോടി നടക്കുകയാണ്. നമുക്കറിയാം നയതന്ത്ര ബന്ധം കാനഡയുമായി ഇന്ത്യ വഷളായതിനു ശേഷം ആദ്യമായിട്ടാണ് മോദി കാനഡയിൽ എത്തുന്നത്. ആദ്യം അവർ നരേന്ദ്രമോദിയെ വിളിച്ചില്ലായിരുന്നു, ഇന്ത്യയെ പങ്കെടുപ്പിച്ചില്ലായിരുന്നു, പിന്നീട് വിളിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ഒരു സംഘർഷം വളരെ രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ പ്രധാന വിഷയം, ഒരു സംസാര വിഷയം, ചർച്ചാ വിഷയമായിട്ട് വരുന്നത് ഇത് തന്നെയായിരിക്കും. ഇത് കാനഡയിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ കാനഡയുമായിട്ടുള്ളൊരു ബന്ധം അല്പം ജസ്റ്റിൻ ട്രൂഡോ കാരണം വഷളായി നിന്നതാണ്. അതെ, ഖാലിസ്ഥാൻ തീവ്രവാദികളുടെയൊക്കെ ഇടപെടലും കാരണം. അപ്പോൾ അതിനുശേഷം മോദിയുടെ ഒരു സന്ദർശനമാണ്. അതിനപ്പുറം മറ്റ് ചില മാനങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി നടത്തുന്ന ആദ്യ വിദേശ യാത്രയാണ് ഇത്. കാരണം നമ്മളൊരു വലിയ ഒരു വിജയക്കൊടി പാറിച്ചതിൻ്റെ നമ്മളോടെ തൊട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. ഇത് ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്തു. അത് അറിയിക്കാനായിട്ട് ഇന്ത്യ 7 സംഘങ്ങളായിട്ട് തിരിക്കുകയും ചെയ്തു. അങ്ങനെ അവരവരുടെ പര്യടനം പൂർത്തിയാക്കി തിരികെ രാജ്യത്തെത്തി അവരെയെല്ലാം തന്നെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള യാത്രയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം സൈപ്രസിൽ എത്തി എന്നുള്ളതാണ്. അവിടെ സൈപ്രസിൽ എത്തിയ വാർത്ത എന്ന് ചോദിച്ചാൽ ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിനെതിരായ സൈനിക നടപടികളിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുമായിട്ട് കാലങ്ങളായിട്ടുള്ള ശത്രുതയിൽ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഏത് തരത്തിലാണ്, പാക് അധീന പ്രദേശങ്ങളുണ്ട് കാശ്മീരിൻ്റെ കാര്യത്തിൽ. ഇതുപോലെ ഈ സൈപ്രസും തുർക്കിയുമായിട്ട് ഇത്തരത്തിലൊരു കലഹവും അവർക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനെ നമ്മൾ അറ്റാക്ക് ചെയ്തതിൽ അവരെ പിന്തുണച്ച് നിന്ന രാജ്യമാണ് തുർക്കി. അവരുടെ ശത്രു രാജ്യമാണ്, ദ്വീപാണ് സൈപ്രസ്. അവിടെയും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് ലോകരാജ്യങ്ങൾ വലിയ ആകാംക്ഷയോടാണ് ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ അവിടെ ഒരു സൈനിക താവളം ഉണ്ടാക്കുകയാണെങ്കിലും അത് തുർക്കി അതിനെ ഭയക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുമെങ്കിൽ പോലും അതും വലിയൊരു വാർത്തയായി മാറുകയാണ്. അതിനുശേഷമാണ് മോദി കാനഡയിലേക്ക് പോകുന്ന G7 ഉച്ചകോടിയിലേക്ക്. G7 ഉച്ചകോടിയിലേക്ക് അവിടെ ഈ ഊർജ സംരക്ഷണം, ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നവീകരണം എന്നീ വിഷയങ്ങൾ, സാങ്കേതിക സഹകരണം, നവീകരണം, ഊർജ്ജ സുരക്ഷ എന്നീ വിഷയങ്ങളാണ് ഇന്ത്യ, ഈ വിഷയങ്ങളുമായി ആഗോള വെല്ലുവിളികൾ എന്നുള്ളതാണ് ഇന്ത്യ അവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ. മാത്രമല്ല സംഘർഷ വിഷയവും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ ഒരു ബന്ധത്തിൽ ആരൊക്കെ ആരോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ. അപ്പോൾ അതിൽ യൂറോപ്യൻ കൺട്രീസ് നമുക്കറിയാം, ഒപ്പം ഇസ്രായേലിനോടൊപ്പം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും നിൽക്കുക? ഇന്ത്യക്ക് ഒരു കാലത്തും യുദ്ധം കണ്ടിന്യൂ ചെയ്യണം എന്ന് ഇന്ത്യ ഒരിക്കലും പറയത്തില്ല, പ്രധാനമന്ത്രി പറയില്ല. അപ്പോൾ ഇത് എങ്ങനെ സമാധാനപരമായിട്ട് ചർച്ചയിലെത്തണം? നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ റഷ്യയ്ക്കോ ഇന്ത്യക്കോ പറ്റത്തുള്ളൂ ഈ ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു മീഡിയേഷൻ വഹിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഒന്നീ റഷ്യ അല്ലെങ്കിൽ ഇന്ത്യ. കാരണം ഇരു രാജ്യങ്ങളുമായിട്ട് ഒരു സൗഹൃദ ബന്ധമുള്ളത് ഈ ഇന്ത്യക്കും റഷ്യക്കും മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം പ്രധാനമായിട്ട് ഈ G7 ഉച്ചകോടിയിൽ പ്രധാന സംസാര വിഷയവുമായിട്ട് വരുന്നതും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഈ ഒരു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാൻ ഒരു പക്ഷേ ഇസ്രായേലിനെ അനുകൂലിച്ച് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ റഷ്യയും കൊറിയയും ചൈനയും ഒക്കെ ഇറാനെ അനുകൂലിച്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ അത് മാത്രമല്ല, ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഖത്തർ, ഈജിപ്റ്റ് എന്നീ സൗദി തുടങ്ങിയ രാജ്യങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം
നമുക്കറിയാം എണ്ണ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എണ്ണയുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഘർഷമുഖരിതമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ പ്രതിസന്ധിയിലായ അറബ് രാജ്യങ്ങളുണ്ട്. മാത്രമല്ല ഒപ്പം നിൽക്കുന്നത് ആര് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോകുന്നത്. അതിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ യുദ്ധം വേണ്ട എന്നുള്ളൊരു നിലപാട് തൽക്കാലം നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോടൊപ്പമാണ്. റഷ്യക്ക് എന്നാൽ ഇറാനെ അധികം സഹായിക്കാൻ പറ്റത്തില്ല. റഷ്യയും ഒരു യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. വടക്കൻ കൊറിയ നമുക്കറിയാം, വടക്കൻ കൊറിയ ഒരു പക്ഷേ ഇറാനോടൊപ്പം തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. ചൈന ഇറാനോടൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ്റെ നിലപാടും ചിലപ്പോൾ അത്തരത്തിലൊക്കെ ആയിരിക്കും. കാരണം ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷമുഖരിതമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ എത്രയും വേഗം ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള വിഷയമായിരിക്കും G7 ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമായിട്ടും അത് പരാമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ നിലപാടായിരിക്കും ചിലപ്പോൾ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല കാനഡ ഇന്ത്യ ബന്ധം എങ്ങനെ കുറച്ചുകൂടി ദൃഢമാക്കണമെന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് മോദി പോയിരിക്കുന്നത്. അപ്പോൾ വല്ലാത്ത കുറേ വാർത്തകളുമായിട്ട് ഇനി വരാൻ സാധ്യതയുണ്ട്, അല്ലെ? കുറേ വാർത്തകൾ ഇനി വരുന്ന മണിക്കൂറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം G7 ഉച്ചകോടിയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കാനഡ 7ാം തവണയും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. 7ാം തവണയും കാനഡയാണ്, 51ാമത്. അപ്പം ഇതിനകത്ത് തുടർച്ചയായ 6ാമത്തെ വർഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തുന്ന പ്രധാനമന്ത്രി മോദിക്ക് 2 ദിവസം വളരെ നിർണായകമായിട്ടുള്ള ചില ദിനങ്ങൾ തന്നെയാണ്. കാരണം അവിടുന്ന് വളരെ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ലോകം കാത്തിരിക്കുന്നതാണ്. കാരണം ഇന്ത്യ കാനഡ ബന്ധത്തിൽ എത്രത്തോളം ഒരു ഊഷ്മളത കൈവരിക്കും എന്നുള്ളതാണ് അറിയേണ്ടതായ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാക് സംഘർഷമൊക്കെ ഉണ്ടായപ്പോൾ ട്രംപ് ഇടപെട്ടു, ഇത് തീരുമാനത്തിലെത്തിച്ചു, ശാന്തത വരുത്തി, അല്ലെങ്കിൽ 2 രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ ട്രംപ് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ട്രംപ് വരുന്നത്. കാരണം അയത്തുള്ള ഖമാനിയെ വധിക്കരുത് എന്ന് ഇസ്രായേലിനോട് താൻ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഇസ്രായേൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഖമാനിയെ വധിക്കണം എന്നുള്ളത്. പക്ഷേ ട്രംപ് അതിൽ ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കാഞ്ഞത് എന്നൊക്കെയുള്ള ഒരു പുതിയ നീക്കവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രംപ് വരുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ രാജ്യമാണ്. അവർക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ട് അല്ലേ ഒരു പ്രതിനിധിയാണ്. ഒരു പക്ഷേ നമ്മുടെ രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോഴും US നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ട്രംപ് വന്നതിന് ശേഷം അതൊരു കോമാളി രാജ്യമായിട്ട് മാറിയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു കോമാളിത്തരമായിട്ട് മാറി. അവർ പറയുന്ന ഒന്നും ഏൽക്കുന്നത്. ഇപ്പം G7 ഉച്ചകോടിയിൽ പോലും ഒരു പക്ഷേ ട്രംപിൻ്റെ വാദങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ രീതിയിലാവുമെന്നല്ലോ. ട്രംപ് പുറമേ പറയുന്നത് മറ്റൊന്ന്. ഇതിപ്പോൾ നമുക്ക് തീർത്തു പറയാം, ഇസ്രായേലിനെയും കൊണ്ട് അടിപ്പിച്ചത് ട്രംപ് തന്നെയാണ്. അല്ലാതെ ഇസ്രായേൽ മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന 2 രാജ്യങ്ങൾ. ട്രംപിൻ്റെ ചില കച്ചവട തന്ത്രങ്ങൾ മാത്രമാണ്. എന്തൊക്കെ ആവണം, എന്തൊക്കെയോ കാണിച്ചു കൂട്ടണം എന്നുള്ളതിൽ അയാൾ ചിന്തിക്കുന്നത്. അയാൾ അയാൾ ശരിക്കും ഒരു മനോരോഗിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ രാഷ്ട്രങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പിച്ചിട്ട് ഈ പണ്ടൊരു ഇത് പറയുന്നത് പോലെ ദൂരെ മാറിയത് അതിൻ്റെ ചോര കുടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. കാരണം ട്രംപ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് അത് ദൂരെ നിന്ന് വീഴ്ചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ യുദ്ധങ്ങളോ അല്ലെങ്കിൽ എത്ര പേര് മരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വേദനയോ അതിൻ്റെ ഇതോ അദ്ദേഹത്തിന് അറിയണമെന്നില്ല. പക്ഷേ ഇത് നിർത്തേണ്ടുന്ന സമാധാന അന്തരീക്ഷ ട്രംപ് വന്നപ്പോൾ എന്താണ് രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞത്? ഞാൻ വന്നാൽ ആദ്യം ചെയ്യുന്നത് പാലസ്തീൻ വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം പരിഹരിക്കുക, റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കുമെന്ന്. എന്തെങ്കിലും ഇത്രയും നാളായാലും എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയോ? അയാൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിലും ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി കടുത്തുപോയി. കാരണം 2 രാജ്യങ്ങളും തുല്യരാണ്. അവരുടെ സൈനിക ശേഷിയിലാണെങ്കിലും അവരുടെ സാങ്കേതിക വിദ്യകളിലൊക്കെയാണ് തുല്യരാണ്. നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിലും തുല്യർ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ തുല്യമായിട്ട് തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളൊന്നുമില്ല, അവിടെ നിരോധിച്ച് വെച്ചേക്ക്. കാരണം പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർ അവിടെ ഇല്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയില്ല. ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിലെ കാര്യം അറിയുന്നത് അവിടെ മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേൽ എത്ര പോയി എന്ത് ചെയ്തു അല്ലെങ്കിൽ എത്ര അവർക്ക് നഷ്ടം സംഭവിച്ചു എന്ന് അവർ വിടുന്ന വിവരങ്ങളേ ഉള്ളൂ. പക്ഷെ പലതും അവർ മറച്ചു വെക്കുകയാണ്. ശരിക്കും ഇറാൻ അവരെ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ഒരു പക്ഷെ ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും G7 ഉച്ചകോടിയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാക്കാൻ സാധ്യതയുണ്ട്. കാരണം
ഈ ഒരു ഇപ്പം 4ാമത്തെ ദിവസമായി, ഇനി ഇത് തുടർന്നാൽ അത് പല രാജ്യങ്ങളും ഏറ്റെടുക്കും. ഇവരിലോട് ചേരുന്ന പല രാജ്യങ്ങളും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഒന്ന് തൊടുത്തു വിട്ടാൽ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലേക്ക് പോകാതിരിക്കാൻ ഒരു പക്ഷേ G7 ഉച്ചകോടി ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും, നിർണായക ദിവസങ്ങളായിരിക്കും അവരുടെ. അവിടെ പക്ഷേ പിന്നെ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നരേന്ദ്രമോദി നടത്തുന്നുണ്ട്. അതുപോലെ പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ക്രൊയേഷ്യയും സന്ദർശിക്കും എന്നാണ് അറിയുന്നത്.